ആദ്യം കാണുന്നത് ലൈക്ക് ഒരു ഷോക്കിംഗ് ആയിരിക്കും. കണ്ണ് നിറയും. ഓടിപ്പോയിട്ട് ഹഗ് ചെയ്യണമെന്നുണ്ടാവും, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കണം എന്നുണ്ടാവും. ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്തേനെ കാണാൻ വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അമ്മ എന്നാൽ ഓർമ്മയാണ് റീതിക്ക്. പഴയ ആൽബത്തിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളുണ്ട് കയ്യിൽ. കോഴിക്കോട് കടലുണ്ടി സ്വദേശിയായ പിതാവ് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലം. കൊല്ലിടം മാരുതി നഗറിലെ മീത എന്ന തമിഴ് പെൺകുട്ടിയുമായി പ്രണയവിവാഹമായിരുന്നു. 3 വയസ്സുവരെ റീതി വളർന്നത് തിരുച്ചിറപ്പള്ളി. ഭാര്യ ഓടിപ്പോയെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം റീതിയെയും കൊണ്ട് പിതാവ് കടലുണ്ടിയിലേക്ക് മടങ്ങി. പിന്നീട് 20 വയസ്സുവരെ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു റീതി. 2021 തിരുച്ചിറപ്പള്ളിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നതോടെയാണ് റീതിയിൽ സംശയങ്ങൾ ജനിക്കുന്നത്. പിതാവിൻ്റെ ക്രൂരമായ ഉപദ്രവം, അമ്മയും സമാന പീഡനം നേരിട്ടിരുന്നുവോ എന്ന ചിന്ത. ഈ റീസൺ കൊണ്ടായിരിക്കണം എൻ്റെ അമ്മവും ഹറാസ് ചെയ്തിട്ട് ഇതേപോലെ പോയിട്ടുണ്ടാവണം. അല്ലാണ്ട് ഓടിപ്പോവേ സിനിമയിൽ പോവേ ഒന്നും ആയിരിക്കില്ല. എൻ്റെ അമ്മനെ കണ്ടുപിടിക്കണം എന്നുള്ള സ്റ്റെപ്പ് ഇത്രയും കാലമായിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലിടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയുള്ള കാത്തിരിപ്പിലാണ്. കഴിയുന്നതുപോലെ സ്വന്തം നിലയിലും അന്വേഷണം. ലാസ്റ്റ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയന്തി അക്കനോട്, ആ സെർവൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ചത്താലും തിരിച്ചാ വീട്ടിലേക്ക് പോവില്ല, ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആശ്രമത്തിലാണ് പോവാന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമുണ്ട്, ആശ്രമത്തിലുണ്ടാവുമോ, ഏതെങ്കിലുമൊക്കെ ഒരു ആശ്രമത്തിൽ അവരുണ്ടാവുമോ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സിറ്റുവേഷൻ ആവാമല്ലോ. ഇത്രയും കാലം ഏതെങ്കിലും ഹാപ്പി ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ലൈഫ് ലീഡ് ചെയ്യായിരിക്കും. എങ്ങനെ ആയാലും എനിക്ക് ഓക്കെയാണ്. പക്ഷേ കണ്ടെത്തിയിട്ട് അവർ കൂടെ ഒന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു വലിയ ഭാഗ്യമല്ലേ. സാമ്പത്തിക പ്രതിസന്ധി കാരണം പഠനം മുടങ്ങി. കൂട്ടായുള്ളത് വിരലിലെണ്ണാവുന്നവർ മാത്രം. അസുഖങ്ങളുമുണ്ട്. അമ്മയെ കണ്ടെത്താൻ കഴിയും, എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയാണ് റീതിയെ മുന്നോട്ട് നയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുൽ കെ വി ഉണ്ട്. ഗുഡ് മോർണിംഗ് രാഹുൽ, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കരയിച്ച് കളഞ്ഞല്ലോ രാഹുലെ. ഒരു സിനിമയ്ക്ക് സമാനമായ കഥ പോലെയുണ്ട്. എത്രയും പെട്ടെന്ന് ഹൃതിക്ക് അമ്മയെ തിരികെ കിട്ടട്ടെ. അതിന് ഏത് അവസ്ഥയിലാണെങ്കിലും അവൾക്ക് അമ്മയെ ഒന്ന് കാണാനെങ്കിലും കഴിയട്ടെ എന്നാണ് ആഗ്രഹിച്ചു പോകുന്നത്. മോത്തി, ഗുഡ് മോർണിംഗ്. ഓരോ ആളുകളുടെയും ജീവിതം എത്രമാത്രം വ്യത്യസ്തമാണ് എന്നതാണ്. 22 വർഷം മുമ്പ് കാണാതായ മകനെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും വാർത്ത കോഴിക്കോട് നിന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ 2 പതിറ്റാണ്ട് മുൻപ് നഷ്ടപ്പെട്ട അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലുള്ള മകളെക്കുറിച്ചാണ്. 3 വയസ്സുള്ളപ്പോഴാണ്, പ്രീതിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അമ്മയെ കാണാതാകുന്നത്. നേരിയ ഓർമ്മ മാത്രമാണ് ഉള്ളത് അമ്മയെക്കുറിച്ച്. പിന്നീടുള്ളത് ആൽബത്തിൽ നിന്നെടുത്ത ഫോട്ടോകളാണ്. ഈ ഫോട്ടോകളുടെ സഹായത്തോടു കൂടിയാണ് പോലീസിൽ പരാതി കൊടുത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ റീതിക്ക് ഏതായാലും അമ്മയുടെ കുടുംബമായോ അച്ഛൻ്റെ കുടുംബമായോ ഇപ്പോൾ കാര്യമായ ബന്ധമൊന്നുമില്ല. ഒറ്റയ്ക്കുള്ളൊരു അന്വേഷണം, ചില കൂട്ടുകാരൊക്കെ ഉണ്ട് സഹായത്തിന് എന്നതാണ്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൊല്ലിടം പോലീസ് സ്റ്റേഷനാണ്, തിരുച്ചിറപ്പള്ളിക്ക് സമീപമുള്ള. അവിടെ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിതാവിന് അവിടെയായിരുന്നു ജോലി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. റീതി ജനിച്ചത് തിരുച്ചിറപ്പള്ളിയിലാണ്. 3 വയസ്സ് വരെ അവിടെയായിരുന്നു വളർന്നതും. പെട്ടെന്നൊരു ദിവസം മകളെയും കൂട്ടി പിതാവ് ഇങ്ങോട്ടേക്ക് കോഴിക്കോട് കടലുണ്ടിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. റീതിക്ക് 20 വയസ്സ് വരെ പിന്നീട് കടലുണ്ടിയിൽ അച്ഛനൊപ്പമായിരുന്നു താമസം. തിരുച്ചിറപ്പള്ളിയിലേക്ക് തിരികെ പോവുകയാണ്. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു. പഠനത്തിന് വേണ്ടി പോയി. പിന്നീട് ഇവിടെ വെച്ചാണ് അച്ഛൻ്റെ ഉപദ്രവം ആരംഭിക്കുന്നത് എന്നാണ് റീതി പറയുന്നത്. ഈ സമയത്താണ് സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നതും. കാരണം അമ്മയെ ഈ വിധത്തിൽ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ എന്ന സംശയമാണ്. കാരണം നേരിയ ഓർമ്മയിൽ എവിടെയോ, 3 വയസ്സെന്ന് പറയുമ്പോൾ അത് ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നേരിയ ഓർമ്മയിൽ എവിടെയോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഓർമ്മയുണ്ട് എന്നാണ് പ്രീതി പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള സംശയങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ ഉപദ്രവം കാരണം പിന്നീട് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയി. പക്ഷെ അവിടെയും ഹോസ്റ്റലിൽ പഠനത്തിന് ആവശ്യമായ പണം അച്ഛൻ നൽകിയില്ല എന്നതുകൊണ്ട് പഠനം മുടങ്ങിയെന്ന് പ്രീതി പറയുകയാണ്. ഏതായാലും അമ്മയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പെൺകുട്ടി കാത്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കാരണമായി പറയുന്നത്, നേരത്തെ ഇവരുടെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. അവരോട് അമ്മ പറഞ്ഞിരുന്നത്, ഞാൻ ഒരുപക്ഷെ ആശ്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതിനു മുൻപ് 2 വർഷം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്നു എന്നൊരു വിവരം കൂടി മകൾക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആശ്രമത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നൊരു അന്വേഷണത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷയാണ്. ഇല്ലെങ്കിൽ കണ്ടെത്തിയില്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പഠനം മുടങ്ങിയിട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷേ
അമ്മയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന, വിവരം ലഭിക്കുന്നതോടുകൂടി എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഹൃതിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മോത്തി. ശരി രാഹുൽ.